നമസ്കാരം. കോട്ടയം പാലായിൽ മരുമകൻ അമ്മായിയമ്മയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്നിരിക്കുന്നു. മരുമകനും പൊള്ളലേറ്റ് മരിച്ചിരിക്കുന്നു. അമ്മായിയമ്മ നിർമ്മല, മരുമകൻ മനോജ് എന്നിവരാണ് മരിച്ചത്. പാല അന്ത്യാളത്തിൽ ഇന്നലെ രാത്രി 8 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. അന്ത്യാളം സ്വദേശി സോമന്റെ ഭാര്യ നിർമ്മലയാണ് മരിച്ചത്. മരുമകൻ കരിങ്കുന്ന സ്വദേശി മനോജ് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പോലീസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇന്നലെ രാത്രി ഒരു 7:30 മണി സമയത്ത് മകനുമായിട്ട് ഈ മനോജ് ഈ ഭാര്യ മാതാവിന്റെ വീട്ടിലെത്തുന്നു. അവിടെ വെച്ച് പെട്രോൾ ഒഴിച്ച് ഈ ഭാര്യ മാതാവിനെ കൊല്ലുന്നു. നിർമ്മലയെ തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ പെട്രോൾ വീണ് തീ ആളിപ്പടർന്ന് മനോജിന്റെ ദേഹത്തു കൂടി പടരുകയായിരുന്നു. അങ്ങനെ ഇരുവർക്കും പൊള്ളലേറ്റ് ഈ ബഹളങ്ങളൊക്കെ കേട്ട നാട്ടുകാരാണ് ആദ്യം വീട്ടിലേക്ക് ഓടിക്കൂടിയത്. തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിനെയും അതുപോലെ തന്നെ പോലീസിനെയും ഒക്കെ വിളിച്ചറിയിക്കുന്നു. ഫയർഫോഴ്സും രണ്ടുപേര് ഈ സ്ഥലത്തെത്തി. രണ്ടുപേര് ആദ്യം പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. അവിടുന്ന് തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയി. ഈ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്ന സമയത്ത് തന്നെ ഒരു 90% പൊള്ളൽ ഈ രണ്ടുപേർക്കും ഏറ്റിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഇരുവരും മരണപ്പെടുകയാണ് ചെയ്തത്. എന്തായാലും കുടുംബ വഴക്കാണ് ഈ ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം എന്ന് പറയുന്നത്. മനോജിന്റെ ഭാര്യ ജോലിക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. മനോജിന്റെ ഭാര്യ ജോലിക്ക് പോകുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിന് എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ രണ്ടുപേരുടെയും മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. അല്പസമയത്തിനുള്ളിൽ പാലാ പോലീസ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലെത്തി നടപടികൾ എടുക്കുന്നതാണ്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.